പേടിയൊക്കെ മാറിയാ? മാറി. നന്നായിട്ട് പാടിയോ? പാടാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അറിയില്ല. ജഡ്ജസിനോട് ചോദിക്കാം. ഷെറീഫ് ജി. ഗോൾഡി, അത് ആ ഒരു പ്രധാനപ്പെട്ട നോട്ട് മാറിയതുകൊണ്ട് ആ പാട്ടിന്റെ സ്റ്റൈലേ മാറിപ്പോയി. സത്യം പറഞ്ഞ അതൊന്ന് പാടിയ പല്ലവി. വമ്പുറ്റ വമ്പുറ്റ ഹംസരളിയല്ല ചാടിട്ടമ്പിയ സവദിൽ മാറടാ. അങ്ങനെയാണ് നോട്ട്? അങ്ങനെയല്ല. ചാടിട്ടമ്പിയ സവദിൽ മാനടാ മാനടാ വള്ളൽ നബി മഹമൂദർ ഹൗലീന്ന് വെള്ളം കുടിക്കുന്നോ നാരടാ. അത് പിന്നെ ആ ഒരു നോട്ട മാറുമ്പോഴേക്കും ആ പാട്ട് തന്നെ മാറിയതുപോലെ എനിക്ക് ഫീൽ ചെയ്ത്. അതുപോലെ സംസാരിക സരിക വമ ഇങ്ങനെ പാടിയ അത് ഉറച്ചു പറഞ്ഞു. സംസാരിക സരിക പമക, അവിടെ ഒരു ഓഫ് ബീറ്റ് ആണ്. പമകരി ദിന്താരി അല്ല, എനിക്കത് അറിയാം, പക്ഷെ എനിക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. മൂക്കിന് ഓപ്പറേഷൻ കഴിഞ്ഞതുകൊണ്ട് ഓപ്പറേഷൻ ഉണ്ടായിരുന്നു അല്ലേ? സ്ട്രെയിൻ ചെയ്ത് പാടാൻ. അവിടെയൊക്കെ നിന്തരി മകരി ഗുന്തള ദിം 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 തിങ്കിണ ജംഗങ്ങള അംഗങ്ങളു താടം തരികിട ജണുതത്തത് അങ്ങനെ കുറെ മുപ്പര് പാടുന്ന കൊണ്ടാനേ അങ്ങനെയൊക്കെയാ പാടുക. അതിന്റെ വമ്പുറ്റ ഹംസ റലിയല്ല ച അങ്ങനെ കുറെ ആ ഒരു മാറടാ അതുണ്ടായാലേ ആ പാട്ടിന്റെ മർമ്മമാണത്. വമ്പുറ്റ ഹംസ എന്നുള്ള പാട്ടിന്റെ മർമ്മം അതാണ്. ആ നോട്ട് എന്തോ ഗോൾഡിയുടെ മനസ്സിൽ പോയില്ലെന്ന് തോന്നുന്നു. അതാണ് എനിക്ക് പ്രധാനമായിട്ട് അത് ടോട്ടലി അതിങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്കിങ്ങനെ കേൾക്കുമ്പോൾ. അടുത്തതിൽ കുറച്ചും കൂടി ശ്രദ്ധിക്കണം, കാരണം പാട്ട് ഒരുപാട് കേട്ടാലേ കുറച്ച് കിട്ടുള്ളൂ. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, ചില സ്റ്റൈലുകൾ നമുക്ക് കിട്ടാൻ വേണ്ടി കുറേ കേൾക്കണം. ഒന്നോ രണ്ടോ തവണ കേട്ട് നോട്ട് എഴുതി വെച്ചാലൊന്നും പാട്ട് കിട്ടില്ല, ഒരുപാട് കേൾക്കണം. അപ്പോൾ നമുക്ക് ചില മൈന്യൂട്ടായിട്ടുള്ള സംഗതികൾ കിട്ടുള്ളൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ബാബുക്ക, ഈ പാട്ടിന് ഒരു ഭാവമായിരുന്നു ഉണ്ടായിരുന്നത്. ബദർ യുദ്ധത്തിൽ അസ്വദും ഹംസത്ത് റളിയല്ലാഹു അൻഹും കൂടെയുള്ള ഒരു ദ്വന്ദ്വ യുദ്ധമാണിത്. ആ ഒരു യുദ്ധത്തിന്റെ മൂഡ് പാട്ടിൽ വരുത്താൻ ശ്രമിച്ചാൽ മതിയായിരുന്നു. ആ ചരിത്രം എന്തുകൊണ്ടോ ഗോൾഡി ചോദിച്ച് മനസ്സിലാക്കിയിട്ടില്ല എന്ന് തോന്നുന്നു. ഈ പാട്ടിന്റെ മൂഡ് എന്താണെന്ന് ഇതൊരു സുഖിപ്പിക്കുന്ന തരത്തിൽ ഒരു മൂഡായിപ്പോയി ഗോൾഡി പാടിയപ്പോൾ വന്നതെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അത് നിരാശപ്പെടുത്തുകയല്ല, ഗോൾഡിനോട് പറയാണ്. കാരണം ഏതൊരു പാട്ടെടുക്കുമ്പോഴും ഷെരീഫൊക്കെ ഇതിന്റെ മുമ്പുള്ള എപ്പിസോഡുകളിലൊക്കെ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്, ആ പാട്ടിന്റെ ഭാവങ്ങളും ആ പാട്ടിലുള്ള വിഷയങ്ങളും എന്താണെന്ന് മനസ്സിലാക്കണമെന്ന്. ഇതൊരു യുദ്ധമാണ്. അത് റംലത്ത പാടിയത് കേട്ടാൽ ആ യുദ്ധം നമ്മളുടെ മുമ്പിൽ നടക്കുന്ന ഒരു പ്രതീതി വരും. അത്ര അങ്ങോട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും അതിൻ്റെ ഒരു പകുതിയോളം എത്താൻ ഗോൾഡി ശ്രമിക്കേണ്ടിയിരുന്നു. ഇനിയും ഭാവി മുമ്പിലുണ്ട്, ഇനിയും ഇവിടെ ചാൻസുകളുണ്ട്. അതുകൊണ്ട് ഇനിയും ഒരു യുദ്ധത്തിന് ബാല്യവും ഉണ്ട്. അതുകൊണ്ട് ഇനിയും ശ്രദ്ധിച്ച് പാടണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ പറയാണ്. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ സിന്ധു. ഗോൾഡി ഇന്ന് പൊതുവേ ഒരു മൂഡ് ഓഫ് ആയിരുന്നു. ഞാൻ വന്നപ്പോഴേ ശ്രദ്ധിച്ചു, ഒക്കെ ചോദിച്ച പോലെ. അതെ അതെ, എന്തോ ഒരു പ്രശ്നമുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഗോൾഡി നന്നായിട്ട് പാടുന്ന കുട്ടിയാണ്, നല്ല വോയിസ് ആണ്. എനിക്ക് തോന്നി സ്റ്റേജിൽ നിൽക്കുമ്പോഴന്നെ ആള് ആകെ ഒരു അല്ലാതൊരു കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത് അല്ലേ? എന്താ പറ്റി? പറഞ്ഞില്ല, ഇതെനിക്ക് നല്ല സ്ട്രെയിൻ ഉണ്ട്, പെയിൻ ഉള്ളത് കൊണ്ടാണ് അല്ലേ? പിന്നെ റംലത്തയുടെ പാട്ട് എടുത്തു പാടാൻ ഇപ്പൊ 2-3 എപ്പിസോഡ്സിൽ ഇതിനെ പറഞ്ഞു. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ചും ഇങ്ങനെ ഇത്രയും ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ട് പാടുമ്പം അതിലേറെ ടെൻഷൻ ഉണ്ട് അല്ലേ അത് പാടുമ്പം. എന്തായാലും മോൾക്ക് വയ്യാതെ പാടിയതാണ്, എന്തായാലും നന്നായിട്ട് പാടാൻ സാധിച്ചു. കുഴപ്പമില്ല, നന്നായിട്ട് പാടി. ലാസ്റ്റ് ചരണത്തില് കുറച്ച് അല്ലെ വിഴുങ്ങിപ്പോയി, അത് ഒരു ടെൻഷനും എന്താ പറയാ എല്ലാം കൂടി ബ്രീത്ത് കിട്ടിയില്ല. ഇനിയുണ്ടല്ലോ നമുക്ക് 2 റൗണ്ട്, നന്നായിട്ട് പാടാൻ സാധിക്കട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ബാപ്പുക്കയിൽ നിന്ന് തുടരാം. എന്താണ് ബാപ്പുക്ക നൽകുന്നത്? ഞാൻ ഗോൾഡിക്ക് ഗോൾഡ് മെഡൽ, സിൽവർ. ഗോൾഡ് മെഡൽ ഇല്ല, ഗുഡ്. ഷെരീഫ് ജി. ഗോൾഡി
ഇപ്രാവശ്യം ഗോൾഡിക്ക് ആവറേജ് ആണ് ഞാൻ ഇട്ടിരിക്കുന്ന മാർക്ക്. സിന്ധു പ്രേംകുമാർ. എന്തായാലും അടുത്ത റൗണ്ടിൽ നന്നായിട്ട് പാടാൻ ശ്രമിക്കാം. ആവറേജ്. താങ്ക് യു. ഗോൾഡി പറഞ്ഞില്ലേ ഇനി അടുത്ത 2 അംഗം കൂടിയുണ്ട്. ആ അംഗത്തിന് നമുക്ക് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു അപ്പോഴേക്കും റിലാക്സ്ഡ് ആയിട്ട് ഈ നോസിന്റെ പ്രോബ്ലം ഒക്കെ മാറി നന്നായിട്ട് പാടാൻ പറ്റട്ടെ എന്ന് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നമുക്ക് അടുത്ത ഗായകനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അതിനു മുമ്പ് ഷോർട്ട് ബ്രേക്ക്.